السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله أما بعد. മഹാനായ മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും വിസ്മരിക്കാൻ കഴിയാത്ത സ്വഹാബി വര്യനാണ് മുആവിയ റളിയല്ലാഹു അൻഹു. മഹാന്മാരായ 4 ഖുലഫാഉ റാഷിദുകൾക്ക് ശേഷം ദീർഘകാലം ഏകദേശം 20 വർഷത്തോളം പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുത്ത് ഇസ്ലാമിനെ മുന്നോട്ട് നയിച്ച മുആവിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും അടുത്ത സ്വഹാബിയായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാത്തിബായിരുന്നു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചതായി കാണാം. മാത്രമല്ല മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതകാലത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട സൂചനകൾ നേരത്തെ പ്രവചനം നടത്തിയതായി മഹാന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഏറെ ശ്രേഷ്ഠതകൾക്കുടമയായ മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അവസാന സമയത്ത് അവിടുന്ന് നടത്തിയ വസിയത്തുമായി ബന്ധപ്പെട്ട് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ച ചില കാര്യങ്ങളാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ രേഖപ്പെടുത്തി വെച്ചതായി കാണാം. യുർവ അന്ന ആഖിറ ഖുത്ബത്തിൻ ഖതബഹ മുആവിയ റളിയല്ലാഹു അൻഹു മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു നടത്തിയ ഏറ്റവും അവസാനത്തെ ഖുത്ബ ഇപ്രകാരമായിരുന്നു: യാ അയ്യുഹന്നാസ്, മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു പ്രഭാഷണം നടത്തുകയാണ്. ഓ ജനങ്ങളെ, ഇന്നി മിൻ സറഇൻ ഖദുസ്തുഹ്സിദ, ഞാൻ വിളവെടുക്കപ്പെട്ട കൃഷി പോലെയാണ്. വ ഇന്നി വല്ലൈത്തുക്കും, ഞാൻ ഇത്രയും കാലം നിങ്ങൾക്ക് നിങ്ങളുടെ ഭരണസാരഥ്യം ഏറ്റെടുത്തു നിങ്ങളെ ഭരണം നടത്തി. വലൻ യലിയക്കും അഹദും മിൻ ബഅദി ഇല്ലാ ഹുവ ശർറു മിന്നി, എനിക്ക് ശേഷം വരുന്ന ഒരാൾ ഒരുപക്ഷെ എന്നേക്കാൾ നല്ലവനായിരിക്കണമെന്നില്ല. കമാ കാന മിൻ ഖബ്ലി ഖൈറൻ മിന്നി, എന്നെ മുമ്പ് ഭരണം നടത്തിയവരെല്ലാം എന്നേക്കാൾ ഉത്തമരായിരുന്നു എന്നതുപോലെ. എന്നിട്ട് മഹാനവറുകൾ അവിടുത്തെ മകനായ യസീദിനോട് വസിയത്ത് ചെയ്തുകൊണ്ട് പറയുകയാണ്: ഇദാ വഫ അജലി, എൻ്റെ മരണം സംഭവിച്ചാൽ, ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞാൽ, ഫവല്ലി ഉസ്ലി റജുലൻ ലബീബൻ, എൻ്റെ ജനാസ കർമ്മങ്ങൾ, എൻ്റെ അന്ത്യകർമ്മങ്ങൾ അത് ഏറ്റവും നല്ല മനുഷ്യരെ ഏൽപ്പിക്കണം. ഫ ഇന്നൽ ലബീബ മിനല്ലാഹി ബിമക്കാൻ, അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും നല്ല ആളുകൾക്ക് വലിയ ഉന്നതമായ സ്ഥാനമുണ്ട്. പിന്നീട് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു വീണ്ടും അവിടുത്തെ മകനോട് വസിയത്ത് ചെയ്തുണ്ട്: സുമ്മ അഅ്മിദി ഇലാ മന്ദീലിൻ ഫിൽ ഖിസാന, എൻ്റെ ഭണ്ഡാരത്തിൽ സൂക്ഷിച്ചു വച്ചിട്ടുള്ള തുണി മന്ദീലിലേക്ക് നീ സമീപിക്കണം. ഫീഹി സൗബും മിൻ സിയാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ തുണിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രത്തിൽ നിന്നുള്ള ഒരു വസ്ത്രമുണ്ട്. വ ഖുറാലത്തും മിൻ ശഅരിഹി വ അൽഫാരിഹി, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഷഅറു മുബാറക്കിൻ്റെ ചില ഭാഗങ്ങളും അവിടുത്തെ മഹത്തായ അലുഫാറുകളുടെ നഖങ്ങളുടെ ചില ഭാഗങ്ങളുമുണ്ട്. ഫസ്തൗദിഇൽ ഖുറാലത അംഫി വ ഫമി വ ഉദ്നി വ ഐനി, എൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളായ കണ്ണിലും മൂക്കിലും എൻ്റെ വായയിലും എൻ്റെ ചെവിയിലുമടക്കം ആ മഹത്തായ ഷഅറു മുബാറക്കിൻ്റെയും മഹത്തായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഖങ്ങളുടെയും അവിടുത്തെ ആസാറുകളുടെയും ആ ഭാഗങ്ങളെല്ലാം വെക്കണം. വജഅലി സൗബ അലാ ജിൽദി ദൂന അക്ഫാനി, എൻ്റെ ശരീരത്തിനോട് ചേർന്നുകൊണ്ട് എൻ്റെ കഫംപുടവയ്ക്ക് താഴെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രം നീ വെക്കണം. എന്നിട്ട് യസീദിനോട് വീണ്ടും പറയുകയാണ്: ഇഹ്ഫൽ വസിയത്തല്ലാഹി ഫിൽ വാലിദൈൻ, മാതാപിതാക്കളോടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ആ വിഷയത്തിൽ നിന്ന് സൂക്ഷിക്കണം. എന്നിട്ട് വീണ്ടും പറയുകയാണ്: വഇദാ അദ്റജ്തുമൂനി ഫീ ജദീദി വവളഅ്തുമൂനി ഫീ ഹുഫറതി, എന്നെ എൻ്റെ ഖബറിലേക്ക് വെച്ചാൽ ഫഖല്ലു മുആവിയത വഅർഹമർ റഹീമീൻ, മുആവിയയെ അർഹമുർ റഹീമായ അള്ളാഹുവിന് വിട്ടുകൊടുക്കുക. ഈ സംഭവങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്താണ്?
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാത്തിബായിരുന്ന പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഭരണസാരഥ്യം ഏറ്റെടുത്തിരുന്ന മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകളോട് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആദരവിൻ്റെ വലിയ ഉദാഹരണമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅറു മുബാറക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഖവും വസ്ത്രങ്ങളുമെല്ലാം മുആവിയ റളിയല്ലാഹു അൻഹു അവിടുത്തെ മരണം വരെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതെന്തിനു വേണ്ടിയാണ് സൂക്ഷിച്ചു വെച്ചിരുന്നത്? മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത്, മണ്ണോട് ചേർന്ന് കിടക്കുന്ന സമയത്ത്, ആരാരുമില്ലാത്ത ഖബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഷഅറു മുബാറക്ക് കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വസ്ത്രം കൊണ്ട് അതെനിക്ക് തുണയായി മാറും എന്ന വിശ്വാസത്തിന് വേണ്ടി, അതുകൊണ്ട് ബറക്കത്തെടുക്കണം എന്ന ആഗ്രഹത്തിൻ്റെ പേരിലാണ് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെയ്തത് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. മഹാന്മാരായ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകളോട് നൽകിയ ആദരവും ബഹുമാനവും എത്രമേൽ വലുതാണ് എന്ന് നമുക്ക് ഈ ചരിത്ര സംഭവങ്ങൾ പരതുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കാനും ബഹുമാനിക്കാനും അവിടുത്തെ ആസാറുകൾ കൊണ്ട് ബറക്കത്തെടുക്കുന്നവരുടെയും കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.